നിർത്തിയ ഭാഗം തുടരുന്നതിന് മുമ്പ് ഒരു വാക്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പൊതുസഭ ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ പേര് VR ഷോണി എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് അങ്കമാലിക്കപ്പുറത്ത് കൊരട്ടി എന്ന വില്ലേജിലാണ്. കൊരട്ടി സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ടിടയായത്. 1985 അത് സംഭവിച്ചത്. അന്ന് അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സഹോദരനാണ് CO ഡേവിസ്. എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ്. അതുപോലെ മറ്റനേകരെ കർത്താവ് ആ നാളുകളിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അനേകരവിടെയുണ്ട്. NP സെബാസ്റ്റ്യൻ, ജോസ് മൂലൻ, ജെയിംസ് ബ്രദർ, അതുപോലെ പോളച്ചൻ ചേട്ടൻ, അതുപോലെ PL വർഗീസ്, ഇങ്ങനെ ഒരു നല്ല കൂട്ടം കത്തോലിക്കര കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരാനിടയായി. അന്ന് കർത്താവിൻ്റെ കൃപയാൽ എനിക്കും വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. ഇന്ന് കർത്തസേനയിൽ വിശ്രമിക്കുന്ന VT ജോണപ്പച്ചൻ്റെ കൈക്കീഴിലായിരുന്നു ഞങ്ങൾ ആദ്യകാലങ്ങളിൽ വചനം പഠിച്ചതൊക്കെ. പിന്നീട് ദൈവം നൽകിയിട്ടുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ ദൈവം ഇടവരുത്തി. കുറച്ചു കാലം സൗദിയിലുണ്ടായിരുന്നു, അതുപോലെ ഖത്തറിൽ, പിന്നീട് മസ്കറ്റിൽ, കുറച്ചു കാലം ബാംഗ്ലൂരുണ്ടായിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ജനവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരുന്നു നിലനിന്നിരുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ചോദ്യം, സഹോദരൻ സുവിശേഷകനാണോ എന്ന്. ഞാൻ സുവിശേഷകനല്ല. ഞാൻ സുവിശേഷകനാകാനായിട്ട് അങ്ങനെ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുമല്ല. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് വ്യക്തമായ ചില ഉത്തരങ്ങൾ നൽകുകയാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ വേർതിരിയാം. അപ്പോൾ ആ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ കർത്താവിൻ്റെ വിളി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോകുവാനും എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ ദൈവവചനം വളരെ ശ്രദ്ധയോടെ പഠിക്കുവാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്. കർത്താവ് അതിനുള്ള കൃപാവരങ്ങൾ എനിക്ക് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് കഴിവുകളെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ കാലഘട്ടത്തിൽ നാട്ടിൽ വന്നതിന് ശേഷം, ഗൾഫിലായിരുന്നു ഭൂരിഭാഗം സമയം ചെലവഴിച്ചത്. എന്നാലിപ്പോൾ 2023 തൊട്ട് നാട്ടിലുണ്ട്. ഈ നാളുകളിൽ തൃശ്ശൂർ ഭാഗത്തുള്ള സഭകളിൽ, കിഴക്കേക്കോട്ട സഭ, അതുപോലെ പറവട്ടാനി, അതുപോലെ താളിക്കുണ്ട്, ആ ചുറ്റുവട്ടത്തുള്ള സഭകളിലൊക്കെ പോയി ബൈബിൾ പഠിപ്പിക്കുവാൻ, വചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട്. ഇന്നിവിടെ ഈ രീതിയിൽ കടന്നു വരുവാനായിട്ട്, ഇന്നലെയും ഇന്നുമായിട്ട് മീറ്റിംഗ്സ് നടത്തുവാനായിട്ട് കർത്താവ് ഇടവരുത്തി. മുളന്തുരുത്തി സഭയെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ നാൾ മുതൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ കടന്നു വരുവാനിടയായി. കുറച്ച് കാലങ്ങൾക്ക് മുന്നമേ എൻ്റെ പെങ്ങളും അളിയനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിദ്യ എന്ന് പറയുന്ന ഒരു മകൾ ഇവിടെ വന്നിരുന്നു കുറച്ച് കാലം. വിദ്യ എൻ്റെ പെങ്ങളുടെ മകളാണ്. ആ രീതിയിൽ അവരിവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ മുളന്തുരുത്തി സഭയിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ചു. അതിനായിട്ട് ഞാൻ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. എനിക്ക് ഭാര്യയും 3 മക്കളുമാണ്. മൂത്ത മകൻ വിവാഹം കഴിച്ചു, അവൻ പൂനെയിലാണ്. രണ്ടാമത്തെ മകനാണ്, മൂന്നാമത് മകളാണ്. അവർ പഠിക്കുന്നു, ഒരാൾ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് എൻ്റെ ഫാമിലി ആയിരിക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠന്മാരും 2 പേരുണ്ട്. എൻ്റെ സഹോദരിയും എൻ്റെ പിതാവും മാതാവും പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് വിശ്വാസത്തിലാണ്. എൻ്റെ പിതാവ് കർത്തസേനയിലേക്ക് ചേർക്കപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗത്തെ ഒന്ന് ചെറുതായിട്ട് അവലോകനം ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇന്നലെ ഇല്ലാത്ത പലരും ഇന്നുണ്ട്. ഞാൻ ഇന്നലെ നിർത്തിയിടത്ത് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്കണ്ടിന്യൂവേഷൻ വരും. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പെട്ടെന്ന് ഇന്നലെ വായിച്ച ഭാഗങ്ങളെ ഒന്ന് പറഞ്ഞിട്ട് കടന്നു പോകാൻ 5 മിനിറ്റ് ഉണ്ട്. നമ്മൾ ദൈവഭക്തി എന്ന വിഷയമാണ് ഈ 4 മണിക്കൂറുകളിലായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, സിമ്പിൾ മീനിങ് ഫിയർ ഓഫ് ഗാഡ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക എന്നാണ്. എന്നാൽ അതിലപ്പുറത്ത് ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവവചനം ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഭയമല്ല. കാരണം ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഭയങ്കരനാണ് പാപികളോട്. പക്ഷേ എന്നാൽ മനുഷ്യരെ അവൻ സ്നേഹിക്കുന്നവനാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യരെ താൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മനുഷ്യരോട് സ്നേഹമാണുള്ളത്. എന്നാൽ ദൈവത്തെ നാം എന്തുകൊണ്ട് ഭയപ്പെടണം എന്ന് ചോദിച്ചാൽ, ദൈവമായിരിക്കുന്നത് കൊണ്ട്, ദൈവം മഹത്വമുള്ളവനായിരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സവിശേഷതകൾ ഉന്നതമായിരിക്കുന്നത് കൊണ്ട് നാം അവനെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ഭയം ഒരു ആരാധനയാണ്. നമ്മൾ ഇന്നലെ കേട്ടത് അതാണ്. ഒരു ആരാധനാ മനോഭാവമാണ്.
ആ ആരാധനാ മനോഭാവത്തിൽ നിന്ന് അവനെ പോലെ ആയിത്തീരണമെന്നുള്ള വാഞ്ച ഒരു ഭക്തൻ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ രക്ഷിതാവിനെ പോലെ ആയിത്തീരുവാൻ അക്ഷീണം അവൻ കഴിക്കുന്ന അധ്വാനമാണ് ദൈവഭയം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ആ വാഞ്ച, ആ തൃഷ്ണ അവന്റെ ഉള്ളിൽ അതെന്നും കത്തിയെരിയുകയാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആയിത്തീരണം. ആ വാഞ്ചയാണ് ദൈവഭയം. അല്ലാതെ അവൻ ഭയങ്കരനായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ചേതോവികാരമല്ല. എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആയിത്തീരണം. അത് അപ്പോസ്തലനായ പൗലോസിലുണ്ടായിരുന്നു എന്ന് നാം ഫിലിപ്പി ലേഖനം പഠിച്ചപ്പോൾ കാണുകയുണ്ടായി. എന്തുകൊണ്ട് ദൈവഭക്തന്മാരായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിൽ ആരംഭിച്ച നമ്മുടെ യാത്ര വിശ്വാസത്തിൽ നാം അവസാനിപ്പിക്കണമെങ്കിൽ ദൈവഭക്തന്മാർക്കേ അത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫെയിലായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം, ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നല്ലൊരു പങ്ക് അനുഗ്രഹങ്ങളും ഭക്തന്മാർക്കുള്ളതാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല. ഞാനത് പറയാനായിട്ടുള്ള കാരണം, അനേക ക്രിസ്തു വിശ്വാസികൾ ഈ ലോകത്തിലുണ്ട്, പക്ഷെ അനേക ക്രിസ്തു ഭക്തന്മാർ ഇല്ല. എല്ലാ ക്രിസ്തു ഭക്തന്മാരും ക്രിസ്തു വിശ്വാസികളാണ്, പക്ഷെ എല്ലാ ക്രിസ്തു വിശ്വാസികളും ക്രിസ്തു ഭക്തന്മാരല്ല. അത് നമുക്കറിയാവുന്ന സത്യവുമാണ്. കാരണം കർത്താവിന്റെ നാമം പലപ്പോഴും നാം മുഖാന്തരം ദുഷിക്കപ്പെടുവാൻ സമൂഹത്തിൽ ഇടവരുന്നുണ്ട്. അതൊരിക്കലും ഭക്തന്റെ സ്വഭാവമല്ല. ഭക്തൻ തന്റെ ജീവൻ വെച്ചും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കും. അതാണ് ഭക്തന്റെ ലക്ഷണം. അവൻ ഒരു കോംപ്രമൈസും ഇല്ല. അവന്റെ ജീവൻ ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് ഭക്തന്റെ കാഴ്ചപ്പാട്. എൻ്റെ ജീവന് വലിയ വിലയൊന്നുമില്ല, എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവൻ വെളിപ്പെടുമ്പോൾ ഞാൻ അവനോടുകൂടെ വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് മരിച്ചാലും ഞാൻ അവന് വേണ്ടി ജീവിക്കും. ഇതാണ് ഭക്തന്റെ ആറ്റിറ്റ്യൂഡ്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്ന് നമ്മൾ രണ്ടാമത് കണ്ടു. ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് നാം പഠിച്ചപ്പോൾ ഒന്നാമത് കണ്ടത് ദൈവമക്കൾ എന്നുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചാണ്. ദൈവമക്കൾ എന്നുള്ള പദ്ധതിയാണ് ഇന്ന് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. ആദാമിൽ, ദൈവം വാഴുവാനായി ഉണ്ടാക്കിയ ആദാമിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം, അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവം, സാദൃശ്യം ദൈവം അവന്റെ മേൽ മുദ്ര വെച്ചുകൊണ്ടാണ് അവനെ ഉളവാക്കിയത്. എന്നാൽ പാപം ചെയ്ത് അവൻ തന്നെ വിറ്റുകളഞ്ഞപ്പോൾ പിശാചിന്റെ അടിമയായി തീർന്നു. ആ ഇമേജ് അവന്റെ മേൽ, മുദ്ര അവന്റെ മേൽ വരുവാനിടയായി. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിശാചിന്റെ സ്വഭാവമാണ് മനുഷ്യർ കാണിക്കുന്നത്. വിശ്വാസികൾ, വീണ്ടെടുക്കപ്പെട്ടവർ പോലും ഈ സ്വഭാവം പലപ്പോഴും കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ എന്താ തെറ്റപ്പോ? തെറ്റൊന്നേ ഉള്ളൂ. ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു, പക്ഷെ ഞാൻ അവന്റെ മുദ്ര എൻ്റെ മേലെ ഏൽക്കുവാൻ തക്കവണ്ണം ഭക്തനല്ല. അവന്റെ മുദ്ര ഞാൻ ഏൽക്കണമെങ്കിൽ, അവന്റെ സ്വഭാവം എൻ്റെ മേൽ വരണമെങ്കിൽ ഞാൻ സമ്പൂർണമായി അവന് കീഴ്പ്പെടേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. അഥവാ ഞാൻ മരിച്ച് അവനിൽ അടക്കപ്പെടണം. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഈ ഒരു മാറ്റം എന്നിൽ ഉണ്ടാകാത്തിടത്തോളം ഒരിക്കലും ക്രിസ്തുവിനെ സമ്പൂർണമായി നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ നമ്മുടെ വിളിയുടെ ഉദ്ദേശ്യം അതാണ്. ദൈവമക്കളെ ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ് ദൈവം. ആദാമിനെ ദൈവം ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു, ആദാമിനോട് ഭരിക്കുവാൻ പറഞ്ഞു, വാഴുവാനായിട്ട് പറഞ്ഞു. പക്ഷേ ആദാം പാപം ചെയ്തു, അവനും അവൻ്റെ മക്കളും പാപികളായി തീർന്നു. അങ്ങനെ ആ ഭരണം അവിടെ അവസാനിച്ചു. ഇനി ഒരു ഭരണം വരുന്നുണ്ട്. രാജാതിരാജാവിന്റെ കൈക്കീഴിൽ ഈ ലോകത്തെ ഭരിക്കുവാൻ അതിനുവേണ്ടി മക്കളെ ഉണ്ടാക്കുകയാണ് ദൈവം. ക്രിസ്തു എന്നുള്ള പ്രോട്ടോടൈപ്പിനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് അവനിലൂടെ ദൈവത്തിന്റെ സമ്പൂർണ്ണ സവിശേഷതകളെയും വെളിപ്പെടുത്തി, ആൾ രൂപമായിട്ട് വെളിപ്പെടുത്തി. അവനിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് നൽകി. സ്വപുത്രന്റെ ആത്മാവിനെ നൽകി. ആചരിച്ച് നടക്കേണ്ടതിന് ദൈവത്തിന്റെ വചനവും നൽകി. എന്നിട്ട് പറയാ, അവനെ പോലെ ജീവിക്കുക, അവനെ പോലെ ആയിത്തീരുക. അതാണ് നമ്മുടെ വിളി. ഇപ്പൊ ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായിക്കാണ്. എന്താണ്? അപ്പൊ ഇങ്ങനെ അല്ലാതെ ജീവിക്കുന്നവർ നല്ലൊരു പങ്കും ഉണ്ടല്ലോ വിശ്വാസികളുടെ ഇടയിൽ തന്നെ, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവരൊക്കെ സ്വർഗത്തിൽ ചെല്ലുമോ സഹോദര? ചെല്ലും രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ. അതെന്താ? ഒരു ഗേറ്റ് കടന്നു പോകണം നമ്മളെല്ലാവരും. ആ ഗേറ്റിന്റെ പേര് മരണം എന്നാണ്. മരണക്കിടക്ക എന്നുള്ളൊരു പദമുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. മരണക്കിടക്ക. അത് വെറും ഒരു കിടക്കയല്ല കേട്ടോ, അത് ഇച്ചിരി കട്ടി കൂടിയ കിടക്കയാണ്, ബുദ്ധിമുട്ടേറിയ ഒരു കിടക്കയാണ്. ആ കിടക്കയിൽ വെച്ച് ആ ഗേറ്റിൽ കൂടെ കടന്നു പോകുന്നതിന് മുമ്പേ നിന്നെ ദൈവം ഉരുക്കി തൻ്റെ പുത്രന്റെ പോലെ ആക്കി തീർക്കും.
വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പക്ഷെ എന്താ അപ്പം അതിൻ്റെ കുഴപ്പം സഹോദര എന്ന് ചോദിച്ചാൽ അതിൻ്റെ കുഴപ്പത്രേ ഉള്ളൂ. നീ അന്ന് ദുഃഖത്തോടു കൂടെ ഇവിടുന്ന് കടന്നു പോകും. എന്താ ദുഃഖത്തോടെ കടന്നു പോകുന്നതിൻ്റെ കാരണം? ആ ദുഃഖം ഇതായിരിക്കും: അയ്യോ, ഞാൻ കർത്താവിന് വേണ്ടി പണ്ടേ ഉരുകിയിരുന്നെങ്കിൽ പ്രയോജനമുള്ളവനായി എനിക്ക് ജീവിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ എൻ്റെ കർത്താവിന് മുമ്പേ കീഴ്പ്പെട്ടിരുന്നെങ്കിൽ പ്രയോജനമുള്ളവനായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ അവന് വേണ്ടി ജീവിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് പ്രവർത്തിക്കാൻ സമയമില്ല. ആ ഒരു റിഗ്രറ്റ് അവൻ്റെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾക്കറിയാം, കള്ളൻ, ക്രൂശിൽ കിടന്ന കള്ളൻ, അവൻ കർത്താവിനെ അറിഞ്ഞവനാ, പക്ഷെ അവന് പ്രവർത്തിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അവൻ വൈകിപ്പോയി. ഞാൻ വിചാരിക്കുന്നത് അവന് അതിനെക്കുറിച്ചൊരു ചെറിയ ദുഃഖം ഉണ്ടായി കാണും. ഈ കള്ളന് കർത്താവിനെ കുറിച്ച് നല്ല പിടുത്തം ഉണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നില്ലേ? അവിടെ ചുറ്റി നിന്നിരുന്ന അനേകരെക്കാളും നന്നായിട്ട് അറിയാം കർത്താവിന് ഈ കള്ളന്. അവൻ എന്താ പറഞ്ഞേ? നാം യോഗ്യമായത് പ്രാപിച്ചിരിക്കുന്നു, ഇവൻ അരുതാത്തതൊന്നും. അതെങ്ങനെ അറിയണത് അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ കള്ളന്മാരുടെ സ്വഭാവം, ഞാൻ കള്ളനല്ല, പക്ഷെ കള്ളന്മാരുടെ സ്വഭാവം എനിക്കറിയാം. അതെന്താന്ന് വെച്ചാൽ, കള്ളത്തരം കാണിക്കണ്ടോൻ നമ്മളുടെ നിഴൽ പോലെ നമ്മുടെ പിന്നാലെ ഉണ്ടായിരിക്കും. കള്ളന്മാർ ഒരു ദിവസം ഒന്നും വന്നല്ല കക്കുന്നത്, അവൻ ശരിക്ക് നമ്മെ പഠിച്ചിട്ടാണ് കക്കുന്നത്. ഇന്നലത്തെ പേപ്പറിലുണ്ടായിരുന്നു, ഡൽഹിയിൽ 4 മണിക്കൂർ കൊണ്ട് കൊള്ളയടിച്ചിട്ട് പോകുന്നൊരു ടീമുകളുണ്ട്. 4 മണിക്കൂർ അവരാകെ എടുക്കുകയുള്ളൂ, അതിനുള്ളിൽ എല്ലാം തീർത്തിട്ട് പോയി കളയും. നിങ്ങൾ വിചാരിക്കുന്നില്ല, കള്ളന്മാർ വളരെ സ്മാർട്ടാ. ഞാൻ പണ്ട് ഒരു കള്ളന്റെ ഡയറി വായിച്ചിട്ടുണ്ട്. അവൻ മാസങ്ങളോളം ഒരു വീട് കൊള്ളയടിക്കാൻ വേണ്ടി, അഥവാ കക്കാൻ വേണ്ടി, അതിൻ്റെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ചെലവഴിച്ചതായിട്ട് അവൻ എഴുതിയിട്ടുണ്ട്. മാസങ്ങളോളം. അത്രയും എഫർട്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കൊടുക്കാറില്ല. അതാ നമ്മുടെ അവസ്ഥ. ഈ കള്ളൻ മാസങ്ങളോളം അതിനു വേണ്ടി. എന്താണെന്നറിയാം അവൻ ചെയ്യുന്നേ? ഈ ആൾക്കാരുടെ ജീവിതം എന്താണെന്ന് ഇവൻ പഠിക്കുകയാണ്. എത്ര മണിക്ക് ഇവർ പുറത്തിറങ്ങും, എത്ര മണിക്ക് അകത്ത് കയറും, എപ്പോൾ കുറ്റിയിടും, എപ്പോൾ കുറ്റിയിടില്ല, ഇതൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക മാസങ്ങളോളം. അവസരം വരുമ്പോൾ അവൻ കയറി കാര്യം അങ്ങ് ചെയ്തിട്ട് പോയി കളയും. ഞാൻ പറയുന്നത്, ഈ കള്ളൻ കർത്താവിൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നവനായിരിക്കണം. അതുകൊണ്ട് ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവൻ സാക്ഷ്യം പറയും. ഇവൻ അറിയാൻ നന്നായിട്ട് ക്രിസ്തുവിനെ കുറിച്ച്. പക്ഷെ ഒരു റിഗ്രറ്റ്: ഇനി എനിക്ക് പ്രവർത്തിക്കാൻ സമയമില്ല. എന്താ കാരണം? ഞാൻ ക്രൂശിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള കള്ളന്മാരായി മാറരുത് നാം. ഇനി പ്രവർത്തിക്കാൻ എനിക്ക് സമയമില്ല. മരണക്കിടക്ക എന്ന ക്രൂശിൽ ഞാൻ കിടക്കുകയാണ്. അവിടെ വെച്ച് എന്നെ ഒരുക്കിയിട്ട് എന്ത് കാര്യം? തീർച്ചയായിട്ടും കാര്യമുണ്ട്, സ്വർഗത്തിൽ പോകണം. പക്ഷേ എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനായി തീരാൻ സമയമില്ല. ഐ ഹാവ് നോ ടൈം. ആ ദുഃഖമുണ്ടാകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം നാം? ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഇപ്പോ മാനസാന്തരപ്പെടുക, ഇപ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, ഇപ്പോൾ അവന്റെ ഇമേജ് നമ്മുടെ മേൽ പതിപ്പിക്കുക, അവനിൽ കാണുന്ന ദൈവത്തിന്റെ സ്വരൂപത്തെ നമ്മളുടെ മേൽ പകർത്തുക, അങ്ങനെ അവനെ പോലെ ആയിത്തീരുക. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവിന് സന്തോഷമായിരിക്കും നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട്. കാരണം നമ്മുടെ യജമാനനൊരു കുഴപ്പമുണ്ട്. കുഴപ്പമല്ല, അത് ഗുണമാണ്. എന്നാലും ഞാൻ പറയാ, മാലിന്യമുള്ളതിൽ നിന്ന് അവൻ കുടിക്കുകയില്ല. യൗവനമോഹങ്ങളെ വിട്ട് ഓടിപ്പോവുക. എന്തിനാ? അവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ യജമാനന് ഉപയോഗിക്കുവാൻ യോഗ്യമായ പാത്രമായിരിക്കും. പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ? നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് തന്റെ പുത്രന്റെ സ്വരൂപത്തെ നമ്മുടെ മേൽ പകർത്തി അവനെ പോലെ നാം ആയിത്തീരുമ്പോൾ, പുത്രനെ കൊണ്ട് തന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച അതേ പിതാവ് നമ്മെ കൊണ്ട് തന്റെ പ്രവൃത്തികളെ തികയ്ക്കും. അത് സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ബാധകമാണ്. ഞാനൊരു കാര്യം പറയാം. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ കുറച്ച് പ്രവൃത്തികളിൽ ഒതുങ്ങി കിടക്കുകയാണ്. എന്താ പ്രവൃത്തി? സഭായോഗങ്ങള്, അതിലെ കുറെ ശുശ്രൂഷകള്, അതിൽ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊന്നുമല്ല മെയിൻ കാര്യം. ഇതൊക്കെ ക്രിസ്തുവിന്റെ ഇമേജ് നമ്മുടെ മേൽ കൊണ്ടുവരേണ്ടതിന് ദൈവം വെച്ചിരിക്കുന്ന താത്കാലികമായിരിക്കുന്ന പ്രൊവിഷൻസ് ആണ്. സഭയെ ദൈവം എന്തിനാ ഉണ്ടാക്കിയേ? ഈ സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോ? ഞാൻ പറയുന്ന ഇവിടുത്തെ ഈ സെറ്റപ്പ് ഇല്ല.
സഭയിലുള്ള അംഗങ്ങളെ കൊണ്ടുപോകും. ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും അവിടെ കാണില്ല. അവിടേക്ക് പോകേണ്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യരെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ പർപ്പസ്, അതാണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശ്യം. അത് നടക്കുന്നില്ല എങ്കിൽ ദൈവമക്കൾ എന്ന ദൈവത്തിന്റെ പദ്ധതിയെ നാം തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇതിനൊരു മാറ്റം വരുത്തണം. എൻ്റെ ലക്ഷ്യം ഒന്നായിരിക്കണം. എന്താ എൻ്റെ ലക്ഷ്യം? സഭയിൽ ആള് കളിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ ഇന്ന സ്ഥാനങ്ങൾ പ്രാപിക്കുന്നതല്ല ലക്ഷ്യം. സംഘടനകളെ തലപ്പത്തിരിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം. ഈ ലോകത്തിൽ ധനമുണ്ടാക്കി പേരും പ്രശസ്തി ഉണ്ടാക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തിൽ ഞാൻ ഔന്നത്യം നേടി എന്ന് പറയുന്നതല്ല എൻ്റെ ലക്ഷ്യം. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് മാത്രമേ സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊന്നും തന്നെ അവന് വേണ്ട. അവന്റെ പുത്രന്റെ സ്വരൂപങ്ങളാക്കി നമ്മെ തീർക്കണം. അതിനു വേണ്ടിയാണ് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. സത്യമല്ലേ? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ കോളിംഗ്. കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് നിങ്ങൾ തീരണമെന്നുള്ളതാ. ഇന്നത്തെ ഈ പുതിയ ജനറേഷനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? എന്തിനായി വിളിച്ചതെന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ, നമ്മളുടെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. ആ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ സഭയിൽ കടന്നു വരുമ്പോൾ നമ്മൾ കുറേ പ്രമാണങ്ങളൊക്കെ എഴുതി കൊടുക്കും. എന്താ? ആദ്യം രക്ഷിക്കപ്പെടണം. എങ്ങനെ രക്ഷിക്കപ്പെടണേ? യേശു കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വിശ്വസിച്ചു, അപ്പൊ അവനെ ഏറ്റു പറഞ്ഞു. അടുത്തത്, സ്നാനത്തിന് വേണ്ടി നീ ആവശ്യപ്പെടണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് അറിഞ്ഞൂടാ. സ്നാനത്തിന് വേണ്ടി നീ ആവശ്യപ്പെടണം. അപ്പൊ സ്നാനം കഴിക്കാൻ പിന്നെ ഒരു കാത്തിരിപ്പാണ് നമ്മൾ. ഇവൻ നിൽക്കുവോ ഇല്ലയോ, വീഴോ, ഇതെവിടെ നിന്ന് കിട്ടിയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും ബൈബിളിലില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ കത്തോലിക്കനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ കത്തോലിക്കൻ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുന്നത്. കത്തോലിക്കൻ കാണുന്ന ബൈബിളാണ്, നിങ്ങൾ കാണുന്ന മറ്റു പലതുമായിരിക്കും. ഞാൻ കാണുന്നത് വചനമാണ്. അതിലിങ്ങനെയുള്ള ശീലങ്ങളൊന്നും കാണുന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി. വളരെ സിമ്പിളാ. അതിൽ വലിയ വെച്ചുകെട്ടുകളൊന്നുമില്ല, മാമൂലുകളൊന്നുമില്ല എൻ്റെ പിറകിൽ. വളരെ സിമ്പിളാ. അത് കഴിഞ്ഞു. സഹോദര വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം നുറുക്കണം. അപ്പം നുറുക്കാൻ വന്നു. അപ്പം എന്ത് ചെയ്യണം? നീ ഒരു സങ്കീർത്തനം വായിച്ച് തുടങ്ങണം. നമ്മൾ കുറേ അഭ്യാസങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? സങ്കീർത്തനം വായിച്ച് തുടങ്ങണം. അത് കഴിഞ്ഞ് വല്ലപ്പോഴും ഒരു ചിന്ത ബൈബിളിൽ നിന്നേ ഇങ്ങനെ പങ്കുവെക്കണം. ഒരു പ്രബോധനം നൽകണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ ഒന്ന് പ്രാർത്ഥിക്കണം. നീ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വചനം സംസാരിക്കണം. അതൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാ ആളാകുന്നേ? എന്റെ പ്രിയമുള്ളവർ, ഇങ്ങനെ കുറെ കർത്തവ്യങ്ങളിൽ ഊന്നിയ ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് നൽകുന്നത്. എന്താ പ്രശ്നമെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മടുക്കും. Why? It is repetition. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. എന്താ? ഈ ചെയ്തത് തന്നെ ചെയ്യുന്നു, പിന്നെയും അത് തന്നെ ചെയ്യുന്നു. യു ഹാവ് നത്തിങ് ന്യൂ. ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് ക്രിസ്തീയത്വം വിട്ട് പുറത്തു പോകുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ, we have nothing to give them apart from these few works. അതാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വെല്ലുവിളി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ബൈബിളിന്റെ കുഴപ്പമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. യു നോ വാട്ട് ഈസ് ദ ചലഞ്ച്? റിയൽ ചലഞ്ച് പുട്ട് ഓൺ ക്രൈസ്റ്റ്. ഞാൻ ഒരു കാര്യം പറയാം, ക്രിസ്തുവിനെ നീ ധരിക്കണമെങ്കിൽ ഒരായുസ് മുഴുവൻ നീ അധ്വാനിച്ചാലും നിന്നെ കൊണ്ട് പൂർണ്ണമായി നടക്കുകയില്ല. കാരണം ഓരോ ദിവസവും ഞാൻ അറിയും എൻ്റെ കർത്താവിനേക്കാളും വളരെ ദൂരത്താണ്. അവന്റെ ദിവ്യമായ സ്വരൂപം ഞാൻ ആഗ്രഹിക്കുവാൻ എനിക്ക് കഴിയുന്നതിനപ്പുറത്താണ് കിടക്കുന്നതെന്നുള്ള വെല്ലുവിളി ഞാൻ തിരിച്ചറിയുമ്പോൾ then it becomes Christianity a real challenge. അതുവരെ നമുക്ക് ചലഞ്ചില്ല. ഞാൻ പറയാം, കർത്തവ്യങ്ങളിൽ ഊന്നിയ, എൻ്റെ ബാക്കി പറഞ്ഞാൽ ന്യായ പ്രമാണത്തിൽ ഊന്നിയ ഒരു ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്ത്യാനിറ്റി. ശരിക്കും ക്രിസ്തുവിനെ, ദൈവപ്രതിമയായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. എന്നെ കാണുന്നവൻ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ദാറ്റ് ഈസ് ദ ഗോസ്പൽ വി ഹാവ് ടു പ്രീച്ച്. നമ്മൾ വെറുതെ നിന്നാ മതി, സുവിശേഷം അറിയും ലോകം. പക്ഷെ ഇന്ന് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ അറിയുന്നത് സുവിശേഷമല്ല, മറ്റു പലതുമാ. We have seriously gone wrong. ഇത് തിരിച്ചറിയുവാൻ ഇടവന്നാൽ ക്രിസ്തീയത്വം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ക്രിസ്തീയത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ കമാൻഡ്മെന്റ്സ്.
ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി. നത്തിങ് ലെസ്. ഒന്നും അതിനേക്കാൾ ഒന്നും കുറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നില്ല ദൈവവചനം. അവനെ ധരിക്കണം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. അവനെ എനിക്ക് അറിയണം, അവനിലിരിക്കണം, അവന്റെ കഷ്ടാനുഭവം എനിക്കറിയണം, അവന്റെ പുനരുത്ഥാനം എനിക്കറിയണം, അവന്റെ മരണത്തിൽ എനിക്ക് കൂട്ടാളിയാവണം, അവനെ എനിക്ക് വേണം. അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ചവറ് എന്നെണ്ണുന്നു. വൈ? ബിക്കോസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വം അത്ര മഹത്വമുള്ളതാണ്. അവന്റെ ക്യാരക്ടേഴ്സ് അത്രയും പെർഫെക്റ്റ് ആണ്. അത് പ്യുവറാണ്. ഇതാണ് ദൈവമക്കളിൽ കാണപ്പെടേണ്ടത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇത് സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒരുപോലെയാ. സഹോദരിമാർ പറയും, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷയൊന്നും ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷ ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്. സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശുശ്രൂഷ ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ സഭയ്ക്കകത്ത് സ്ത്രീക്കും പുരുഷനും തമ്മിൽ ചില ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസം ദൈവം വെച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു വ്യത്യാസവും ദൈവം വെച്ചിട്ടില്ല. അക്വിലാവും പ്രിസ്കില്ലയും കർത്താവിന് പ്രയോജനമുള്ളവരായിരുന്നു, ഭർത്താവും ഭാര്യയും. അല്ലേ? അങ്ങനെയാണ്. നമ്മൾ ഇതിനുള്ളിലുള്ള ഇട്ടാവട്ടത്തിൽ കടന്ന് വട്ടം കറങ്ങുകയാണ്. ദിസ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ഇത് മോൾഡിംഗ് പ്ലേസ് ആണ് ശരിക്കും. ഏത്? സഭ. ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു എക്സർസൈസ് അവർ ഗിഫ്റ്റ്സ്. റിയലി പുറത്താണ്. കർത്താവിൻ്റെ വചനം അങ്ങനെ നമ്മൾ പഠിപ്പിക്കും. ഞാൻ അതിലേക്ക് തിരിച്ചു വരും. അതിനു മുമ്പ് ഞാനിന്ന് പറഞ്ഞു. ദൈവമക്കൾ എന്നുള്ളതാണ് പരമപ്രധാനമായ പദ്ധതി. അത് നമ്മൾ ചെയ്യണം. ദൈവഭക്തിയുടെ മർമ്മം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ മാത്രം പഠിച്ചാൽ മതി ദൈവഭക്തി എന്താണെന്ന് മനസ്സിലാവാൻ. കാരണം ദൈവഭക്തിയെ ആൾ രൂപത്തിൽ വരച്ചു കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് അതിൻ്റെ മഹത്വവും എക്സലൻസ്. അവനിലാണ് അതിൻ്റെ പെർഫെക്ഷൻ കാണുന്നത്. ഞാൻ ഇന്ന് ഇങ്ങനെ ആരാധനയ്ക്കിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവൻ. അപ്പോൾ ആക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കഷ്ടാനുഭവങ്ങളിൽ ഒരു വ്യക്തിയെ തികഞ്ഞിട്ടുള്ളൂ. അത് ഓർക്കുമ്പോൾ കണ്ണുനീര് വരും. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ എന്തോ അത്ര കഷ്ടം സഹിച്ച് കാണണമല്ലേ? ഊഹിച്ചു നോക്കിയാൽ മതിയല്ലോ. നമ്മളൊക്കെ കഷ്ടം സഹിക്കുന്നവരാ, കഷ്ടം സഹിക്കുന്ന കേട്ടിട്ടുള്ളവരാ. ചിലപ്പോഴുടെ കഷ്ടങ്ങൾ കേട്ടുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്നാൽ കഷ്ടതയുടെ പെർഫെക്ഷൻ ഒരാളാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്നേഹത്തിന്റെ പെർഫെക്ഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നീതിയുടെ പെർഫെക്ഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, യു ഹാവ് ടു ലവ് ഹിം ബിക്കോസ് ഹി ഈസ് ദ പെർഫെക്ഷൻ ഓഫ് ഗാഡ് ഇൻ ഹ്യൂമൻ ഫോം. ക്രിസ്തുവാണ് ദൈവത്തിന്റെ സമ്പൂർണത ദേഹരൂപമായി വരച്ചു കാണിച്ചവൻ. അവനാണ് നമ്മുടെ ഹീറോ, അവനാണ് നമ്മളുടെ എല്ലാം എല്ലാം. അവനെയാണ് ആഗ്രഹിക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒന്നിരിക്കണം, നിന്റെ മനോഹരത്വം കാണണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മനോഹരത്വമാണ് നമ്മൾ കാണേണ്ടത്. അതാണ് നമ്മുടെ ആഗ്രഹവും വാഞ്ചയുമായിരിക്കേണ്ടത്. അതിന് നമ്മെ ദൈവഭക്തിയാണ് സഹായിക്കുന്നത്. ദൈവഭക്തിയുടെ ഗോൾ അതാണ്, അവനെ പോലെ ആയിത്തീരണം. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു. ദൈവഭക്തിയെ അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവഭക്തിയെ ഞാനും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. നമുക്ക് തോന്നും ചിലപ്പോഴൊക്കെ ചിലർ ഇച്ചിരി ഭക്തന്മാരാണെന്ന്. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സുവിശേഷം പ്രസംഗിക്കുന്നത് തന്നെ അസൂയ കൊണ്ട് ചെയ്യാം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അസൂയോടുകൂടെ ചെയ്യാം. എന്ത് ശുശ്രൂഷയും നമുക്ക് ഉള്ളിലൊരു മറ്റൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ചെയ്യാം. ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ആരാ ഭക്തൻ. അതുകൊണ്ട് നമ്മൾ ആരെയും അളക്കാൻ പോകണ്ട. നമ്മൾ പലപ്പോഴും അളക്കുന്നവരാണ്, അതിൻ്റെ ഇച്ചിരി കേമന്മാരുമാണ്. പ്രത്യേകിച്ച് ബ്രദറൻകാർ ഭയങ്കര അളവുകാരാ. പക്ഷെ ഈ അളവ് കൊണ്ടൊരു കാര്യവുമില്ല കേട്ടോ. എന്താണെന്നറിയോ? ഈ അളന്ന് മുടിഞ്ഞു പോവുകയാണ് നമ്മളിട്ട് അളക്കുകയല്ല നമ്മളെ തന്നെ. നമ്മളെ അളന്നതിന് കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ മുഴുവൻ അളന്ന് നമ്മൾ മുടിഞ്ഞു പോകാം. ഒരു വചന ശുശ്രൂഷയും തലയ്ക്കകത്ത് കയറുകയില്ല. അതെന്താ? മെഷർമെന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമ്മിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് മാർക്കിടുന്നത്? ആരെ കാണിക്കാനാ? ദൈവം നിന്നെ മാർക്കിടുമ്പോൾ നിനക്ക് എന്ത് മാർക്ക് കിട്ടും? ലെറ്റ് ദ വേർഡ് വർക്ക് ഇൻ us. ദൈവത്തിന്റെ വചനം നമ്മിൽ വർക്ക് ചെയ്യട്ടെ. ലെറ്റ് ഇറ്റ് ചേഞ്ച് us.
നമ്മെ മാറ്റട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കും. ഞാൻ അളവിൻ്റെ കാര്യം അത്ര പറഞ്ഞു നിർത്തുകയാണ്. ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഈ വിഷൻ നമുക്കുണ്ടായിരിക്കണം. ഇത് കളയരുത്. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കേവലം കുറച്ച് കൽപ്പനകളല്ല, മറിച്ച് ഒരു വലിയ പ്രിപ്പറേഷനാണ് പിതാവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, when there was no time space matter, സമയവും പദാർത്ഥവും സ്ഥലവുമില്ലാതിരുന്നപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സമയം ആദിയിൽ, ആകാശവും ഭൂമിയും, സ്പേസ് ദൈവം സൃഷ്ടിച്ചു. വസ്തുക്കളെ, പദാർത്ഥങ്ങളെ, ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, സ്പേസ് ഉണ്ടാക്കി. ഇതൊന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം നിത്യനായിട്ട് അന്നേ ഉണ്ട്. ഇത് എത്ര കാലമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇത് തുടങ്ങിയിട്ട്? എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് എന്നാ. മൊത്തം തെറ്റാ കേട്ടോ, കള്ളത്തരമാ. എവല്യൂഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഡ് ഹ്യൂമാനിറ്റി ഹാസ് സീൻ. ഏറ്റവും വലിയ കള്ളത്തരമാണ് ഇവല്യൂഷൻ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറയുന്നത് 6000 to 8000 ഇടയിലുള്ള കാലഘട്ടമേ ആയിട്ടുള്ളൂ. സയന്റിഫിക്കലി പ്രൂവനാ അത്. പറഞ്ഞ മനസ്സിലായല്ലോ. 6000 തൊട്ട് 8000 വർഷമേ ആയിട്ടുള്ളൂ ദൈവം ടൈമും സ്പേസും മാറ്റർ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ദൈവം ചെയ്തത് തൻ്റെ ഇമേജ് പ്രകാരം ഒരുത്തനെ ഉണ്ടാക്കി, ആദം. എന്നിട്ട് പറഞ്ഞു, നീ വാഴാൻ പറഞ്ഞു, തോറ്റു. പിന്നെ തൻ്റെ പുത്രനെ അയച്ചു, പുതിയ ജനറേഷൻ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയാ? അതാ നമ്മൾ കണ്ടത്, ഒരു ലോകത്തെ ഭരിക്കാൻ വേണ്ടി. ഇനി ഒരു ലോകം ഉണ്ടാകാൻ പോവുക. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. സ്വർഗത്തിൽ പോയി ഒരു ടൂറിസം കണ്ട് തിരിച്ചു വരാനുള്ളവരല്ല നമ്മള്. ദാറ്റ്സ് നോട്ട് അവർ ഗോൾ. സ്വർഗം സുന്ദരദേശമാ, ബട്ട് വി ഹാവ് സംതിങ് മോർ ടു ഡു ദർ. വി ആർ അപ്പോയിന്റഡ്. അപ്പോയിന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാലോ അല്ലേ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലേ? വി ആർ അപ്പോയിന്റഡ് ടു റൂൾ ദ വേൾഡ് അലോങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ലോകത്തെ ഭരിക്കാനുള്ളവരാണ് നാം. ഭാവി ലോകത്തെ നമ്മൾ ഭരിക്കാൻ പോകുക അവൻ്റെ കൂടെ. പക്ഷേ അതിനുള്ള യോഗ്യത കർത്താവിൻ്റെ യോഗ്യതയാണ്. അവനെ പോലെ ആയിത്തീരുക. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങളെല്ലാവരും അപ്പോയിന്റ്മെന്റ് കിട്ടിയവരാ. മനസ്സിലായോ? എല്ലാവരും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിലുള്ളവരാ. എന്തിനാണ്? ഭാവി ലോകത്തെ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ. ആർ യു പ്രിപ്പയർഡ്? നിങ്ങൾക്ക് അതിനുവേണ്ടി എന്ത് ഒരുക്ക നിങ്ങൾ ചെയ്തത് ഇതുവരെ? എന്തെങ്കിലും ചെയ്തോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതാണ് ചോദ്യം. നിങ്ങൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്തേ? ഡിഡ് യു മോഡിഫൈ യുവർ ക്യാരക്ടർ? നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയോ? ദൈവസ്നേഹം ഇല്ലാതെ അവിടെ പോയിട്ടൊരു കാര്യമില്ല. ദൈവസ്നേഹം പൂർണ്ണമായിട്ടുണ്ടോ? ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ അറിയേണ്ട പോലെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റാ? ബൈബിള് വായിക്കണം. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചന പ്രകാരം നമ്മളുടെ വിശ്വാസത്തെ നാം ബിൽഡ് ചെയ്യണം. വിശ്വാസപ്രകാരം നമ്മുടെ പ്രത്യാശയെ ബലപ്പെടുത്തണം. നമ്മൾ ദൈവത്തിന്റെ സേവന മനസ്ഥിതി ഉള്ളവർ ആയിരിക്കണം. സ്വർഗത്തിൽ പോയിട്ട് സേവനം ചെയ്തിരിക്കാൻ പറ്റുമോ? സേവനത്തിന് വേണ്ടി അങ്ങോട്ട് വിടണേ അല്ലേ? അവന്റെ ഭക്തന്മാർ അവനെ ആരാധിക്കും അല്ലേ? നമ്മൾ ഈ ആരാധന എന്ന പദം, എനിക്ക് ഈ ആരാധന എന്നുള്ള പദമാണ് ഏറ്റവും കറപ്ഷനാക്കി കളഞ്ഞത് ഈ കാലഘട്ടത്തിൽ. അതെന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ആരാധന ആരാധന, 4 പാട്ട് പാടിക്കഴിഞ്ഞ ആരാധന ആയെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ബൈബിളിൽ ആരാധന എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് മിയർ ബാബ്ലിംഗ് ഓഫ് വേർഡ്സ്. വാക്കുകൾ കൊണ്ടുള്ള കളിയല്ല. പിന്നെന്താ? സേവനം, സെർവ്. അതാണ് വാക്ക്. ലാട്രിയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം സെർവ് ചെയ്യുക എന്നുള്ളതാണ്. നാം സ്വർഗത്തിൽ പോയി അവനെ രാപ്പകൽ ആരാധിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ, രാവും പകലവിടെ ഇല്ല, അതൊരു സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രാപ്പകൽ എന്നൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ നിത്യം എപ്പോഴും ആരാധിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യാൻ പോകുക. God will give us his opportunities to serve. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആജ്ഞ തരും. എന്താ ചെയ്യണ്ടേ? ഏഞ്ചൽസ് ഇന്ന് ചെയ്യുന്ന ജോലി നമ്മളാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ
എന്ത് ആ ഭാഗത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. മനുഷ്യനാണ് ഇനിയത്തെ ഹീറോ. മനുഷ്യന്റെ കയ്യിലേക്കാണ് അധികാരം വരാൻ പോകുന്നത്. നമ്മുടെ കയ്യിലേക്കാണ് അധികാരം വരാൻ പോകുന്നത് ക്രിസ്തുവിന്റെ കീഴിൽ. അതിനുവേണ്ടിയാണ് നമ്മളെ ഒരുക്കുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹിക്കാൻ അറിയാത്തവൻ സ്വർഗത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല അവന്. അതെന്താ? ദൈവം സ്നേഹം ആകുന്നു. അവിടെ നടക്കുന്ന ഒരു കാര്യവും ഇതില്ലാതെ നടക്കില്ല. സ്നേഹമില്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിനാ സാത്താനെ അവിടുന്ന് തള്ളിക്കളഞ്ഞത്? നിങ്ങൾ എസെക്കിയേൽ പ്രവചന പുസ്തകം വായിച്ചിട്ടില്ലേ? നിന്നിൽ നികളം കണ്ട നാൾ മുതൽ നീ നിന്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ കണ്ട നാളിൽ ഞാൻ എന്ത് ചെയ്തു? നിന്നെ ഞാൻ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്താ തള്ളിക്കളയാനുള്ള കാരണം? എന്താ കാരണം? ഹി ഈസ് നോട്ട് ഫിറ്റ് ടു സെർവ് എനിമോർ. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? വൈ? ഹി ഈസ് കറപ്റ്റഡ്. ഞാനത് പറയുന്നതിൽ നിന്നൊരു രഹസ്യം മനസ്സിലാക്കണം. നമ്മിൽ ഈ ഏഷണിയും ഭീഷണിയും സകല കുതന്ത്രങ്ങളും വെച്ചിട്ട് ദൈവത്തെ സേവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ഹി നോസ് അവർ ഇൻ ആൻഡ് ഔട്ട്. നമ്മളുടെ അകത്തും പുറത്തുമുള്ളത് ശരിക്കറിയുന്നവനാ. മിനിസ്ട്രികൾ ദൈവം നിനക്ക് തരില്ല. കാരണം യു ആർ നോട്ട് ഫിറ്റ് ടു സെർവ് ഹിം. നമ്മൾ ഫിറ്റ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ വേണം. ദൈവസ്നേഹം നമ്മളിൽ വരണം. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഞാനത് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ക്രിസ്തീയത്വത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്തീയത്വം ഒരു കുറച്ച് കൽപ്പനകളല്ല. അതൊക്കെ ഈ ലോകത്തിലെ റിലീജിയനുള്ളതാ. 5 നേരം നിസ്കരിക്കണേ നിസ്കരിക്കാം, 3 പ്രാവശ്യം മക്കയിൽ പോണെങ്കിൽ പോവാ, അതൊക്കെ പൊക്കോ. അതുകൊണ്ടൊക്കെ അവർക്ക് വലുതും കിട്ടുമെന്ന് അവർ കരുതുന്നത്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല കേട്ടോ. ക്ലൻസ് യുവർ ഹാർട്ട്. വിശുദ്ധീകരിക്കുക, സ്നേഹം പഠിക്കുക, സേവിക്കാനുള്ള മനസ്സുണ്ടാകുക, അന്യോന്യം യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ സെർവ് ചെയ്യുക. then you are fit to serve. നമ്മളുടെ അനേക ഇടങ്ങളിൽ ശുശ്രൂഷകൾ വിജയകരമായി തീരാത്തതിന്റെ കാരണം എന്താ അറിയോ? ഉള്ളു തന്നെ ശരി അല്ല. ഈ ഉള്ളിലുള്ളത് ശരിയല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾ ഗുണം പിടിക്കും. ഉള്ളിൽ മറ്റ് പലതും ഉണ്ട്. അതുകൊണ്ടൊന്നും മിനിസ്ട്രികൾ ഗുണമാകുന്നില്ല. പ്രിയമുള്ളവരെ, മാറ്റം വരുത്തണം നമ്മൾ ഉള്ളിൽ. ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കപ്പെടണം, സാങ്ക്ടിഫൈ ചെയ്യപ്പെടണം. അവനായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അവനകത്തിരുന്നാലെല്ലാം വിശുദ്ധമാ. അവൻ ഇരിക്കാതിരുന്നാൽ ഒന്നും ശരിയാവുകയില്ല. ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ഭാവിയാണ്. ദാനിയേലിന്റെ ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള ബന്ധത്തിൽ. ദാനിയേൽ 12:3 ഭാവി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ഒന്ന് വായിക്കാതെ. ദാനിയേൽ 12. നിങ്ങളൊന്ന് ആ വാക്കൊന്ന്, ഞാൻ ആ വാക്ക് വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് കോൾമയർ കൊള്ളും. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറയാം? എന്തേ കോൾമയർ കൊള്ളുന്നതിൻ്റെ ഇത്? നിങ്ങൾ ആ വാക്കിന്റെ ബ്യൂട്ടി ഒന്ന് മനസ്സിലാക്കണം. എന്താണ്? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ. നിങ്ങൾ ഈ ആകാശമണ്ഡലത്തിലെ പ്രഭ കണ്ടിട്ടുണ്ടോ? വളരെയധികം നക്ഷത്രങ്ങൾ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഭയങ്കര മനോഹരമായ ബ്യൂട്ടി. അത് നിങ്ങൾ ഈ ടെലിസ്കോപ്പിക് വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്തൊക്കെ വർണ്ണങ്ങളാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഊഹിക്കാൻ കഴിയാത്ത ബ്യൂട്ടിയാണത്. അങ്ങനെയായിരിക്കും വിശുദ്ധന്മാരെന്നാ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനൊരു ഉദാഹരണം പറയുകയാണ്, സഹോദരൻ ക്ഷമിക്കണം. ഷാജൻ ബ്രദർ നിത്യതയിൽ കടന്നു പോകുമ്പോൾ ഒരു പ്രകാശമായിരിക്കും ഇങ്ങനെ കടന്നു പോവുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഞാനൊരു തമാശയായിട്ട് പറയല്ല, കാര്യമായിട്ട് പറയാ. ആ വരുന്നത് ഷാജനാന്ന് പറയും. പറഞ്ഞാൽ മനസ്സിലായോ? അതെന്താ? ഭയങ്കര ഗ്ലോറി കാണാം. ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും ബുദ്ധിയിലേക്ക് തിരിക്കുന്നവർ എങ്ങനെയാ ബ്രദറെ? നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. അവർ കടന്നു പോകുമ്പോൾ ഒരു കോമറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് കടന്നു പോകുന്നു. പറഞ്ഞു മനസ്സിലായോ? ദിസ് ഈസ് ദ വേ വി ആർ ഗോയിങ് ടു ബി. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന മഹത്വം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് വെറുതെ അല്ല പറഞ്ഞത്. തൻ്റെ സൃഷ്ടികളെക്കാളും മഹത്വമുള്ളവരായിരിക്കും തൻ്റെ മക്കൾ. ദൈവത്തിനെ ആരെങ്കിലും കാണാൻ പറ്റുമോ? പറ്റില്ല.
ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് ആരും ജീവനോടെ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ മക്കൾക്കും ദൈവം തേജസ് കൊടുക്കും. അവരുടെ തേജസ്, ഞാൻ പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് യോഹന്നാൻ എന്താ പറ്റിയേ? മരിച്ചവനെ പോലെ വീണു. പൗലോസിന് എന്താ പറ്റിയേ? കണ്ണ് കാണാതെയായി. ശരിയല്ലേ? കർത്താവിൻ്റെ മഹത്വം. ഇതുപോലെ ആയിരിക്കും പുനരുത്ഥാന പുത്രന്മാർ. പുനരുത്ഥാന പുത്രന്മാരുടെ തേജസ്സിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്, മായയിൽ നിന്നുള്ള വിടുതൽ കിട്ടാൻ വേണ്ടി. നിങ്ങളതൊക്കെ വായിക്കണം ഇതിനോട് ചേർത്ത്. വി ആർ ഗോയിങ് ടു ബി ദ ഗ്ലോറി ഓഫ് ദ ഫ്യൂച്ചർ ടു കം. പറഞ്ഞു മനസ്സിലായോ? നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ തേജസ്സായി തീരാൻ പോകുന്നത്. അത്ര മഹത്വമാ ദൈവം നമുക്ക് തരുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മഹത്വം എങ്ങനെ കിട്ടുക? ക്രിസ്തുവിനെ ധരിക്കണം. ദൈവത്തിന്റെ ഭക്തന്മാരായി തീരണം നമ്മൾ. എന്നാലേ ഇത് കിട്ടൂ. കർത്താവ് ഇത്ര മഹത്വമുള്ളവനായി തീർന്നത് എന്താ? അവൻ അനുസരണത്തോടെ കടന്നുപോയി. ദൈവം അവന് ഏറ്റവും വലിയ നാമം നൽകി മഹത്വപ്പെടുത്തി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവന്റെ മുമ്പിൽ മടങ്ങി അവൻ കർത്താവാണെന്ന് ഏറ്റു പറയേണ്ടി വരും. എന്താ കാരണം? അനുസരണം. ഇതാ നമുക്കും വേണ്ടത്, അനുസരിക്കുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ദൈവഭക്തി എന്നുള്ള വിഷയം ക്രിസ്തീയ സഭകൾ ഏറ്റെടുത്ത് പഠിപ്പിക്കണം. അതെന്താണെന്നറിയോ? ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ ജനറേഷൻ പഴയ ജനറേഷനേക്കാളും സ്മാർട്ടാണ്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ പലപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ പിള്ളേർ മൊബൈലൊക്കെ ഇട്ട് കളിക്കണം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അവർ സൂപ്പറാണ് കാര്യത്തിൽ. എന്ത് വേഗം ഇതൊക്കെ ഒരു ഗ്രാസ്പ് ചെയ്യുന്നത്. ഒരു ഇമേജ് എടുക്കാൻ പറ്റും, അവർക്ക് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും, മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വേണമെങ്കിലും. ദേ ആർ വെരി സ്മാർട്ട്. നമ്മൾ വിചാരിക്കും അവർക്ക് വിവരമില്ലെന്ന്. അവർക്ക് വിവരം കൂടിയിട്ടാ പ്രശ്നം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? ഈ പഴയ ഈ കഞ്ഞിയും ചോറും ഒന്നും കൊണ്ട് അവരുടെ അടുത്ത് പോയ കാര്യം നടക്കുകയില്ല. ഞാൻ പറഞ്ഞത് കഞ്ഞിയും ചോറും കൊടുക്കേണ്ടതെന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമ്മളിവിടെ ഈ പഴയ നിയമത്തിലുള്ള ആദർശങ്ങളും ഈ പരിപാടി ഒന്നും പറഞ്ഞ് ഇവരുടെ അടുത്ത് ചെന്നാൽ ഒന്നും നടക്കില്ല. ഇവരിതൊക്കെ മുന്നേ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഞാൻ പണ്ട് ഇപ്പൊ പിന്മാറ്റത്തിൽ പോയൊരു പയ്യനാണ്. അവനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ചിരിയും അതേസമയം കരച്ചിലും വന്നു. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അവൻ പറയാ, അങ്കിളെ, കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് ഇതേ സഭയിൽ അവൻ പോയിക്കൊണ്ടിരുന്നത്, അങ്കിളെ, ചെറുപ്പം മുതൽ കേൾക്കുന്നത് ഇത് തന്നെയാ. ഇന്നാരെഴുന്നേറ്റാൽ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞു തരാം. മതിയല്ലോ? ഇന്നാരെഴുന്നേറ്റ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞു തരാം. അവന് ഒന്നും പുതുമയില്ല അവിടെ. ഞാൻ പറയുന്നത് മനസ്സിലായോ? അവർക്ക് അവിടെ പോയാൽ ഒന്നുമില്ല പുതുമ. ഈ കേട്ടത് തന്നെ കേൾക്കുന്നു, ഒരേ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്നു, ഒരേപോലെ തന്നെ എഴുന്നേറ്റ് ചിന്ത പറയുന്നു പറഞ്ഞ് ചിന്ത പറഞ്ഞിരിക്കുന്നു. നത്തിങ് എന്റർടൈനിങ്. ഒന്നും തന്നെ ഇവർക്ക് വാസ്തവത്തിൽ എൻജോയ് ചെയ്യാനില്ല. എവിടെ പ്രശ്നമെന്നറിയാമോ? ഞാൻ പറഞ്ഞ പ്രശ്നം, നമ്മൾ കുറെ കാര്യങ്ങളിൽ ഇവരെ പിടിച്ചു നിർത്താൻ നോക്കുക, നടക്കില്ല. അതെന്താ? ക്രിസ്തീയത്വം അങ്ങനെയല്ല. ക്രിസ്തീയത്വം അങ്ങനെയല്ല. ക്രിസ്തീയത്വം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെയാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്, ക്രിസ്തുവിനെയാണ് അനുകരിക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് മനുഷ്യരിലേക്ക് വളർത്തേണ്ടത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടെ പറയാം. അങ്ങനെ നടക്കുന്ന ആരെയും ഇവർ കാണുന്നുമില്ല. മനസ്സിലായല്ലോ? അവസരം കിട്ടുമ്പോഴൊക്കെ പഴയ കോട്ടെടുത്തിടും. ഏതാ കോട്ട്? പഴയ മനുഷ്യനെ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് ധീരഘോരം പ്രസംഗിക്കും. അവസരം കിട്ടുമ്പോൾ പഴയ കോട്ടെടുത്തിടും. ഇത് കാണുന്ന പിള്ളേർക്ക് കുറച്ചു കാലമൊക്കെ ഇവരെ പറ്റിക്കാം. എന്നും പറ്റിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവർ മനസ്സിലാക്കും, ഇതൊക്കെ തരികിട, ഇതൊക്കെ തരികിട, വെറുതെ പ്രഹസനം. അനേകർക്ക് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അവരെക്കാൾ കുറ്റം ഈ മാതാപിതാക്കന്മാർക്കും സഭയ്ക്കും ഉണ്ടാകും. അതെന്താ? അവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുവാൻ, അവനെ ശരിക്കും വരച്ചു കാണിക്കുവാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ ഉപദേശം അവന് കൊടുത്ത് ഒരു വെല്ലുവിളി അവന്റെ ജീവിതത്തിൽ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. ക്രിസ്തീയത്വത്തെ അതിന്റെ ബ്യൂട്ടിയിൽ അവതരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. നീ ക്രിസ്തുവിനെയല്ല അവന് കൊടുത്തത്, പിന്നെയോ കുറെ ചടങ്ങുകളെ കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ,
we are in a serious danger of becoming a religious institution than a spiritual body. ഞാൻ പറഞ്ഞത് മലയാളത്തിൽ പറയാം. നമ്മൾ ഒരു വലിയ ആപത്തിന്റെ മധ്യ നിൽക്കുകയാണ് ബ്രദറൻ സമൂഹം. നമ്മൾ ഒരു മത സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ ശരീരത്തെക്കാൾ. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. ഇല്ലെങ്കിൽ ഈ റിലീജിയനും കൊണ്ട് നടക്കാം. ആത്മീകത നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ക്രിസ്തുവില്ല എങ്കിൽ, ക്രിസ്തുവിനെ നാം ധരിക്കുന്നില്ല എങ്കിൽ, വി വിൽ ബി ജസ്റ്റ് അനദർ റിലിജിയൻ. നിങ്ങൾക്കറിയാമല്ലോ ഈ മർത്തോമ സഭ ഉണ്ടായത് എങ്ങനെയാ? ചരിത്രം പഠിച്ചവർക്കറിയാം. യാക്കോബായ സഭയുടെ ഇടയിൽ നിന്ന് വേറിട്ട് വന്നതാ. എന്തിനു വേണ്ടി അവർ വേറിട്ട് വന്നേ? സുവിശേഷം നിമിത്തമാണ്. സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് മാർത്തോമ സഭ ഉണ്ടായത്. ആദ്യകാലത്ത് അവർക്ക് സ്നാനവും അതിനോടനുബന്ധമായി ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്നാനമുണ്ട്, പക്ഷേ ഇപ്പം അവർ സ്നാനത്തെ വാട്ടർ ചെയ്തു, വെള്ളം ചേർത്തു. പക്ഷെ ഇന്ന് എവിടെയാ മാർത്തോമ സഭ നിൽക്കുന്നേ? ഒരു റിലീജിയൻ അല്ലേ? ശരിയല്ലേ? എങ്ങനെയാ സംഭവിച്ചേ? നല്ല കാഴ്ചപ്പാടുകൂടിയേ തുടങ്ങിയത്. എങ്ങനെയാ അവിടെ എത്തിയത്? ഇവിടെയാ പ്രശ്നം. പതുക്കെ പതുക്കെ ഈ റിലീജിയൻ പ്രവൃത്തി പ്രവൃത്തി പ്രവൃത്തി, ഇത് ചെയ്യുക ഇത് ചെയ്യുക ഇത് ചെയ്യുക ഇത് ചെയ്യുക. ആര് പുറത്തു പോയി? ക്രിസ്തു പുറത്തു പോയി. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരോടാ പറയണേ? സഭയോടാ, ലൗകിക സഭയോടാ പറയണേ. ഞാൻ വാതിൽക്കൽ. അപ്പൊ കർത്താവ് എവിടെയാ? പുറത്ത്. ബ്രദറൻ സഭ ഇതേ ഡേഞ്ചറിലാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കും വളരെ ടിപ്പ് ടോപ്പാണെന്നാ. അല്ല, ടിപ്പ് ടോപ്പ് അല്ല. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിനെ ധരിക്കേണ്ടതിന് പകരം ക്രിസ്തുവിനെ നമ്മൾ പുറത്താക്കി കളഞ്ഞിരിക്കുക. നമ്മുടെ സ്വാർത്ഥതകൾക്കാണ് നമുക്ക് താല്പര്യം. എനിക്ക് ഇന്നതൊക്കെ വേണം, എനിക്ക് ഇതൊക്കെ കിട്ടണം. ഇതിനൊക്കെയുള്ള ഒരു മരുന്ന്. ഇതിനെയാണ് ആ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വളരെ ഭയപ്പെടണം. പിന്നെ ഒരു ഗുണമുണ്ട് ബ്രദറൻ സഭയ്ക്ക്, അതും കൂടെ പറയാം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രദറൻകാരനായിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ സഭകളും ഇൻഡിപെൻഡൻ്റാ. ഒരു സഭ പിഴച്ചു എന്ന് വെച്ചാൽ എല്ലാം പിഴയ്ക്കേണ്ട ആവശ്യം ഇല്ല. സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ബ്രദറൻ സഭകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. മറ്റെല്ലാ സഭകളും ഓൾമോസ്റ്റ് സെൻട്രലൈസ്ഡ് ആയി തീർന്നു. പെന്തക്കോസ്റ്റുകാരൊക്കെ സെൻട്രലൈസ്ഡാ. മർത്തോമയൊക്കെ പറയണ്ടല്ലോ, എല്ലാം സെൻട്രലൈസ്ഡാ. ബ്രദറൻ സഭകൾ മാത്രം ഇന്നും ഇൻഡിപെൻഡൻ്റാ. അതുകൊണ്ട് ഒരു സഭയ്ക്ക് ആത്മീയമായി പ്രകാശം ലഭിച്ച് നിലനിൽക്കാൻ കഴിയും. അതാണ് ബിബ്ലിക്കൽ പാറ്റേൺ. കർത്താവ് വളരെ ജ്ഞാനത്തോടു കൂടിയാണ് സഭയെ സ്ഥാപിച്ചത്. മനുഷ്യരാണ് അതിനെ കോഞ്ഞാട്ടിയാക്കിയത്, മോശമാക്കിയത്, സിസ്റ്റം കൊണ്ടുവന്ന്. നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല, ക്രിസ്തുവിൽ നിന്നാ നേരിട്ട്, വൺ ഇൻഡിവിജ്വൽ. ആ സിസ്റ്റം അങ്ങനെ നിലനിൽക്കട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഉള്ള സഭകൾ മാറ്റത്തിന് വിധേയമാകേണ്ട സമയം അതിക്രമിച്ചു. ക്രിസ്തു ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഈ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, മക്കളെ, നിങ്ങൾ ധരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം. അവനെ ഞാൻ അറിയണം, അവനെ ഞാൻ ധരിക്കണം, അവനെ ഞാൻ അനുഭവിക്കണം, അവനായിരിക്കണം എന്നിലൂടെ വെളിപ്പെടേണ്ടത്. അതാണ് നിങ്ങളുടെ വെല്ലുവിളി. അല്ലാണ്ട് കുറച്ച് ചടങ്ങുകളല്ല. ചടങ്ങുകൾ എന്ന് ഞാൻ പറയുമ്പോൾ അധിക്ഷേപിക്കുകയല്ല. അതൊക്കെ ഇന്റലക്ട് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഏതാ? പ്രാർത്ഥിക്കാൻ അറിയാത്തവന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുറച്ച് വാക്ക് വൈഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ചാൽ ചെയ്യും. പക്ഷേ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവിനെ ധരിക്കുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ ആദ്യമേ ഉള്ളിൽ മാറ്റം സംഭവിക്കണം. 15 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ദൈവഭക്തിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ പറ്റും? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, ഒരു മാറ്റം വേണമെന്ന് ആദ്യമേ തിരിച്ചറിയണം. ഈ തിരിച്ചറിവില്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയും മറ്റെല്ലാ വചന ശുശ്രൂഷയും പോലെ മാർക്കിട്ടിട്ട് പോയി കളയും. പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് ഹൈ ടൈം ടു ചേഞ്ച്. മാറ്റത്തിനുള്ള സമയമാണിപ്പോൾ. അതെന്താ? കാലം സമീപിച്ചിരിക്കുന്നു. ഇനി അധിക കാലമില്ല കർത്താവിൻ്റെ വരവിന്. കാലം സമീപിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ പ്രിയ മക്കളോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇന്നത്തെ തലമുറ എന്ത് വേഗമാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിഷ്കൃത സമുദായം എന്ന് പറയുന്നവരൊക്കെ, പ്രിയ മകള് ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഓസ്ട്രേലിയയിൽ എന്താ സംഭവിക്കുന്നതെന്ന് മോളോട് ചോദിച്ചറിയാം. പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കുന്ന സമൂഹങ്ങൾ
എത്ര വേഗമാണ് മൂല്യച്യുതിയിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണ് ഏതാ പെണ്ണ് ഏതാന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ഡിഫൈൻ നൗ. തമാശയല്ല ഞാൻ പറഞ്ഞത്. അമേരിക്കയിലെ ഒരു മേയറോട് ചോദിച്ച ചോദ്യ, ക്യാൻ യു ഡിഫൈൻ എ വിമൻ? അവർക്ക് പറയാൻ പറ്റണില്ല. എന്താ കാരണം എന്നറിയോ? അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞ വോട്ട് കുറയും. പറഞ്ഞ വോട്ട് കുറയും. എ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ വോട്ട് പോകും. ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, ആ വോട്ടുകളൊക്കെ വേണേ. അപ്പോൾ ഇവർക്ക് ഇപ്പൊ ആണും പെണ്ണും അങ്ങനെ പറയണ്ട, ഒക്കെ നപുംസകലിംഗമായി പറഞ്ഞാൽ മതി. നപുംസകം എന്ന് പറഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. പരിഷ്കൃത സമുദായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയിൽ അത് എത്തിയിട്ടില്ല, എത്തുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. അവിടെ നടക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വരാറ്. ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക ഇവിടങ്ങളിലൊക്കെ ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോക്ക്? ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാലത്തിലേക്കുള്ള പോക്ക. ആരുടെ കാലത്തിലേക്ക്? സോദോമിന്റെയും ഗൊമോറയുടെയും. എന്ത് തോന്നിവാസത്തിലും ജീവിച്ചോ വിഷയമില്ല എന്നതിലേക്കുള്ള പോക്ക്. കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? എത്രയും വേഗം കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങുക. എങ്ങനെ? കുറച്ച് പാട്ട് പാടിയിട്ടല്ല, അവിടെ നമ്മുടെ തെറ്റ്. കുറച്ച് പ്രോഫറ്റിക്കൽ സബ്ജക്ട് പഠിച്ചിട്ടല്ല, കുറച്ച് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിച്ച് കുറെ പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയോ ചെയ്തിട്ടുമല്ല. പുട്ട് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിക്കുക. അങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. അവൻ വെളിപ്പെടുമ്പോൾ അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. എന്നിട്ട് അതിന്റെ താഴെ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ദിസ് ഈസ് വാട്ട്. അതാണ് ചെയ്യേണ്ടത്. പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? കുറെ പ്രോഫസി കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റിന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പ്രസംഗം കേട്ടതുകൊണ്ട് കാര്യമില്ല. മാർക്കിട്ട് കടന്നു പോയതുകൊണ്ട് കാര്യമില്ല. നിർമ്മലീകരിക്കണം അവനെ പോലെ. എങ്കിൽ അവൻ വരുമ്പോൾ അവനോട് തുല്യന്മാരായിട്ട് തന്നെ നാം ശരിക്കും വെളിപ്പെടും. We cannot give any better gift to our Father in heaven than becoming like His Son. തൻ്റെ മകന്റെ സ്വരൂപത്തിലേക്ക് നാം നമ്മെ തന്നെ മാറ്റിയെടുക്കുന്നതിലും മെച്ചമായ ഒരു ഗിഫ്റ്റ് നമ്മുടെ പിതാവിന് കൊടുക്കാൻ നമ്മുടെ കൈകളിൽ ഇല്ല. ഇത് തിരിച്ചറിയണം നമ്മൾ, പ്രിയമുള്ളവരെ. അതാണ് ക്രിസ്ത്യാനിറ്റി. ഇതറിഞ്ഞ പഴയ നിയമവിശുദ്ധന്മാര് അവർ സകലത്തെയും ചവറെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചു. അവർ കൂടാരങ്ങളിൽ പാർത്തു. ഭൂമി വേണ്ട, ദൈവം കൈപ്പണിയായിട്ടുണ്ടാക്കുന്നതിലേക്ക് നോക്കാം. അത് മനസ്സിലാക്കിയ പുതിയ നിയമവിശുദ്ധന്മാർ അവരും എണ്ണി ലോകം ചവറാണ്, എനിക്കൊന്നും വേണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവഭക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയാമോ? സ്ലോലി വി വിൽ ഡിസ്കണക്ട് വിത്ത് ദ വേൾഡ്. ഈ ലോകത്തിൽ നമ്മൾ പതുക്കെ പതുക്കെ ഡിസ്കണക്റ്റഡ് ആവും. ധനം, സ്ഥാനം, മാനം, മറ്റുള്ളവരെന്നുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് പിന്നെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ കർത്താവും, ഇത്രയുള്ള കാര്യം. കർത്താവ് എനിക്കൊരു ജോലി തരുന്നു, ഞാൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോണത്. ഇവിടെ വെച്ച് ചെയ്താൻ്റെ കുഴപ്പം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് വല്ലതും കിട്ടുമോ ഓരോന്ന് ചെയ്യണതിനും? അതൊന്നുമില്ല. അത് ഇവിടെ വെച്ചേ പരിശീലിച്ച അത്ര നല്ലതാ, അല്ലേ? സഭ ഒരു ഉത്തരവാദിത്വം തരുന്നു, നമ്മളത് ചെയ്തിട്ട് കർത്താവിനോട് നന്ദി പറയണ്ട, സഭയോടല്ല, കർത്താവിനോട് നന്ദി പറയുക, കർത്താവിന് മഹത്വം കൊടുക്കുക. ലെറ്റ് us പ്രാക്ടീസ് ദാറ്റ് ഫ്രം ഹിയർ. ഇവിടെ വെച്ചേ നമ്മളത് പരിശീലിക്കുക. നമുക്ക് ദൈവഭക്തിക്കായിട്ടുള്ള ഒരുക്കത്തിൽ ഒന്നാമത് ചിന്തിക്കേണ്ടത് പൂർവ്വകാല പരാജയങ്ങളെയൊക്കെ നമ്മൾ ഏറ്റുപറയണം. എവിടെയൊക്കെ അതിൻ്റെ തെറ്റുകൾ വന്നു നമുക്കൊക്കെ അറിയാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, അല്ലേ? വാക്കുകൊണ്ട്, ചിന്തയിൽ, കാഴ്ച. പിള്ളേരെ, കാഴ്ചയിൽ തെറ്റിപ്പോകുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മൊബൈലൊക്കെ കയ്യിലുണ്ടല്ലോ, അല്ലേ? തെറ്റിപ്പോകാതെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം ദൈവം വിധിക്കും. കാഴ്ച, കേൾവി, ചിന്ത, ഈ 5 മേഖലകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്? കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയൊക്കെ എനിക്ക് വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്? എവിടെയൊക്കെ ഞാൻ ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ട്? അരുതാത്തത് കാണാൻ ഞാൻ എൻ്റെ കണ്ണ് കൊടുത്തുവോ?
അരുതാത്തത് കേൾക്കാൻ ഞാൻ എൻ്റെ ചെവികളെ കൊടുത്തുവോ? ഇച്ചിങ് ഇയേഴ്സ്. ഇച്ചിരിയൊക്കെ അത് ഇതൊക്കെ വെച്ച് കേട്ട് കഴിഞ്ഞ ഒരു രസമാ അല്ലേ? ആ രസം വിഷമാണ്. അത് മനസ്സിലാക്കുക. അത് നമ്മുടെ സ്വഭാവമല്ല, കർത്താവിൻ്റെ സ്വഭാവമല്ല. കേൾവി, ചിന്ത, വാക്കുകൾ, പ്രവൃത്തികൾ, ഈ മേഖലകളെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് എന്താണ് കുറവ്, ദൈവസന്നിധിയിൽ നമ്മൾ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ദ ഫസ്റ്റ് തിങ് വി ഷുഡ് ഹാവ് ഈസ് എ റിഗ്രറ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നിൽ വന്നുപോയ കുറവുകളെ കുറിച്ചൊരു റിഗ്രറ്റ് എനിക്ക് ഉണ്ടാകണം. എനിക്കൊരു ദുഃഖം ഉണ്ടാകണം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരമല്ലാത്ത ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എനിക്ക് സമയമില്ല. 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് യൂദ ഇസ്കര്യോത്ത ദുഃഖിച്ചു, പക്ഷെ എന്തിലേക്ക് പോയി? മരണത്തിലേക്ക് പോയി. 2 പീറ്റർ പത്രോസ് ദുഃഖിച്ചു, എവിടേക്ക് പോയി? മാനസാന്തരത്തിലേക്ക് പോയി. മനസ്സിലായല്ലോ? ശരി, റിഗ്രറ്റ് ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന കുറവുകളെ കുറിച്ച് എനിക്ക് ദുഃഖം ഉണ്ടാകണം. ദൈവസന്നിധി പോയി ശരിക്കും കരയണം. അതിനുവേണ്ടി നമ്മൾ ഏറ്റു പറഞ്ഞുപേക്ഷിക്കണം. ഈ മാനസാന്തരം എന്ന വാക്ക് നമ്മളുടെ ഇടയിൽ ധാരാളം അറിയപ്പെടുന്നതാണെങ്കിലും പലർക്കും അതിൻ്റെ അർത്ഥം ശരിക്കും അറിയില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വായിൽ നടക്കുന്ന ഒരു കാര്യമല്ല. മാനസാന്തരം എവിടെയാണ് നടക്കേണ്ടത്? ഹൃദയത്തിലാണ് നടക്കേണ്ടത്. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനത് ചെയ്യില്ല. ആ ഡിസിഷനെയാണ് മാനസാന്തരം. മനസ്സ് അന്തരപ്പെടുകയാണ്, മനസ്സിനാണ് മാറ്റം വരുന്നത്. ഇന്ന് വരെ ഇങ്ങനെ പോയത് ഇനി ആ വഴിക്ക് പോവുകയില്ല, തിരിച്ചു കെട്ടുകയാണ്. ഈ മാനസാന്തരപ്പെടുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പിടിച്ചു കെട്ടുക എന്നാണ്. ഇനി അത് ചെയ്യാതെ വണ്ണം. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഞാനത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൊണ്ട് പാടില്ല. ഈ ഒരു അനുഭവം, ഒരു റിഗ്രറ്റ് ഉണ്ടാകണം. രണ്ടാമത് ഒരു റിപ്പൻറ്റൻസ് നമുക്ക് ഉണ്ടാകണം. മൂന്നാമത് റിനൗൺസ് ചെയ്യണം, തള്ളി പറയണം അതിനെ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് ഇച്ചിരി കുശുമ്പ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് കരുതുക. മറ്റുള്ളവരെ കണ്ടാൽ ഒന്ന് രസിപ്പിക്കാൻ, അദ്ദേഹത്തെ കുറിച്ച് കേട്ടില്ലേ, പറഞ്ഞിട്ടുള്ളതൊക്കെ ദൈവസേനയിൽ തെറ്റാണ്. എപ്പോഴെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നാം തള്ളി പറയണം. തള്ളി പറയാന്ന് പറഞ്ഞാൽ എന്താ? ഇനി എനിക്കതിൽ പങ്ക് ഇല്ല, അതെനിക്ക് മരിച്ചിരിക്കുന്നു. തള്ളി പറയണം. അതെന്താ ഞാൻ അങ്ങനെ പറയണ? തള്ളി പറയണമെന്ന് റീനൗൺസ് ചെയ്യുമ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധം വരുന്നത്. എഫെസ്യ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇരുട്ടിനെ ശാസിക്കുമ്പോഴോ, നമുക്ക് ആ വാക്യൊന്ന് വായിക്കാം. ഇവിടെ എഫെസ്യ ലേഖനം ആരും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നാണ് അത് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് എന്നുള്ള ഭാഗത്ത്. അത് അവയെ ശാസിക്കുമ്പോഴോ, അതായത് 13-ാം വാക്യം, 5-13. നമുക്ക് വേണമെങ്കിൽ 11 തൊട്ട് 14 വരെ വായിക്കാം കേട്ടോ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ റിനൗൺസ് എന്ന് പറയുന്നത്. ശാസിക്കണം അതിനെ. അതെന്താ? അപ്പൊ എന്ത് സംഭവിക്കും? അവർ ഗൂഢമായി ചെയ്യുന്ന പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഈ ഗീബൽസ് എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗീബൽ സിദ്ധാന്തം? എന്താണ് ഗീബൽ സിദ്ധാന്തം? ഒരേ തെറ്റ് അല്ലെങ്കിൽ ഒരേ നുണ 1000 പ്രാവശ്യം പറഞ്ഞാൽ അത് പിന്നെ സത്യമാകും. അതാണ് ഗീബൽസ് സിദ്ധാന്തം. ഇത് നടപ്പാക്കിയതാണ്. ഈ ഗീബൽസ് എന്ന് പറയുന്ന ആള് ഹിറ്റ്ലറുടെ ഒരു അനുയായിയാണ്. അന്നുണ്ടായിരുന്ന മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണിത്. ഒരേ തെറ്റ് അല്ലെങ്കിൽ നുണ 1000 പ്രാവശ്യം പറഞ്ഞ് പിന്നെ അത് സത്യമാണ്. ഇതിനൊരു മറുവശമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നുണയല്ല പറയുന്നത്, സത്യമാ. പാപം പാപമാണെന്ന് ഞാൻ പറഞ്ഞതിനെ ശാസിക്കുമ്പോൾ വെളിച്ചത്താൽ അതിന് തെളിവ് വരും. എൻ്റെ മേലുള്ള അതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരും. പറഞ്ഞതിൻ്റെ ആവശ്യം മനസ്സിലായോ? ഞാൻ വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണം, എൻ്റെ തലയിലേക്ക് മോശമായ ഒരു ചിന്ത വരുമ്പോൾ, ഗെറ്റ് ഔട്ട്, യു ഹാവ് നോ പ്ലേസ് ഇൻ മീ.
എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ ശാസിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ മേൽ വിജയമുണ്ടാകും. ഞാനത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ചിന്ത പിന്നെ എന്നെ പിന്തുടരില്ല. അതെന്താ? ഫലമില്ല. വി വിൻ. അങ്ങനെയല്ല ദൈവം പറയുന്നത്, നാമോ ഇവയിൽ നിന്നൊക്കെയും നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ജയം പ്രാപിക്കുന്നു. സാധിക്കും. എനിക്ക് സാധിക്കുമെങ്കിൽ ആർക്കും സാധിക്കും. ഞാൻ അത്ര നല്ല പുള്ളി ആയിരുന്നില്ല. എന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഭാര്യയോട്, എന്നെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല, എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നീ കല്യാണം കഴിക്കുകയല്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ PL കുറേയൊക്കെ അറിയാം എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയാണ്. ഞാൻ നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ല, മഹാമോശക്കാരനാ, സൂത്രശാലി. പക്ഷേ കർത്താവിൻ്റെ സ്വഭാവം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ ഐ ഹാവ് മോഡിഫൈഡ്. ഞാൻ എന്നെ മാറ്റാനായി ശ്രമിച്ചു. രക്ഷിക്കപ്പെട്ട നാളല്ല കേട്ടോ, പതുക്കെ പതുക്കെ പതുക്കെ. ഈ ദൈവഭക്തി എന്നുള്ള വിഷയം പഠിച്ചു വന്നപ്പോഴാണ് ശരിക്കും മാറ്റം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ വളരെ സ്റ്റേബിളാ. എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ട്. എന്താ? ഇനി പഴയതിലേക്ക് പോവുകയില്ല. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇപ്പോഴും പാപത്തെ താലോലിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, സാരമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നീ ഇപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരപ്പെട്ട ഒരുത്തന് യുദ്ധമാണ് പിന്നെ അതിനോട്. നോ കോംപ്രമൈസ്, ഫൈറ്റ് ഹെഡ് ഓൺ. അതൊരു ബാറ്റിലാണ്. അത് വരുമ്പോ കിക്ക് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം. ആഫ്റ്റർ സം ടൈം ഇറ്റ് ഡിപ്പാർട്ട്സ്. നമ്മിൽ നിന്ന് അകന്ന് പോകും. കാരണം അതിന് നമ്മിൽ സ്പേസ് ഇല്ല, പിന്നെ സ്ഥലമില്ല. യേശു ക്രിസ്തുവിൽ നമുക്ക് ജയം ഉണ്ടാകും. റിഗ്രറ്റ് മാത്രം പോരാ, റിപ്പൻറ്റൻസ് വേണം. റിപ്പൻറ്റൻസ് മാത്രം പോരാ, റിനൗൺസ് ചെയ്യണം, അതിനെ ശാസിക്കണം, പിന്നെ റീഡെഡിക്കേറ്റ് ചെയ്യണം, നമ്മെ തന്നെ സമർപ്പണം. ജീവരക്ഷ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ ഒരു പ്രാവശ്യമുള്ളൂ. അത് വിശ്വാസത്തല്ല, നീതീകരണം, വിശുദ്ധീകരണം ഡെയിലി പ്രോസസ്സാണ്. എല്ലാ ദിവസവും നമ്മെ നവീകരിക്കണം, പുതുക്കം പ്രാപിക്കണം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ ദിനം ചെയ്യണം. അത് മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം, റീഡെഡിക്കേഷൻ ചെയ്യണം. ഫൈനലി റിസ്റ്റോർ ചെയ്യണം. എന്താ റിസ്റ്റോർ ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ഓരോ പാപങ്ങളും നമ്മുടെ അകത്ത മനുഷ്യനെ ഒന്ന് കോറിയിട്ടുണ്ട്, സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ചെയ്യാൻ. നിങ്ങൾക്കറിയാലോ, സ്കിന്നിൽ 10 മിനിറ്റായി, എൻ്റെ 1 മിനിറ്റ് കൂടി എടുക്കും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സ്കിന്നിൽ ഒരു പോറലുണ്ടായ, ഒരു മുറിവ് ഇത്തിരി ആഴത്തിൽ വന്നാൽ പിന്നെ അവിടുത്തെ സ്വഭാവം എന്തായിരിക്കും? ഇച്ചിരി കൂടുതൽ സെൻസ് വരും, ശരിയല്ലേ? കൂടുതൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയും, അല്ലേ? പുതിയ സ്കിന്നിന് പഴയ സ്കിന്നിന്റെ പോലെയല്ല, സെൻസിറ്റിവിറ്റി കൂടുതലാ. പാപത്തിന് ഇത് അങ്ങനെ തന്നെയാ. ഒരു പാപം ചെയ്താൽ, ഒരു കോറലുണ്ടായാൽ അടുത്ത് കൂടെ പോകുമ്പോഴേ ഇത് പിടിക്കും. മനസ്സിലായല്ലോ? പാപത്തോട് കളിക്കരുത് കേട്ടോ പിള്ളേരെ. പാപം എന്ന് പറയുന്നത് ഡെഡ്ലി ആണ്. അതിനെ നീ അങ്ങോട്ടൊന്ന് തൊട്ടാൽ അത് നിന്നെ പിടിക്കും. നിന്നെ പിടിച്ചാൽ വിടില്ല. പാപം ഭയങ്കര ഭയാനകമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റിസ്റ്റോർ ചെയ്യണം. എങ്ങനെ റിസ്റ്റോർ ചെയ്യണം? ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ മുറിവുകളെ നീ ഹീൽ ചെയ്യണം, എന്നെ നീ ഹീൽ ചെയ്യണം. അങ്ങനെ ഞാൻ ഹീൽ ചെയ്യപ്പെടുമ്പോൾ എൻ്റെ പഴയ വ്യക്തിത്വത്തിലേക്ക് ഞാൻ പതുക്കെ 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 മടങ്ങി വരും. ഇതിനെയാണ് പുതുക്കം പ്രാപിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട പാത്രമായി നമ്മൾ തീരും. അപ്പോൾ നമ്മുടെ യജമാനൻ നമ്മിൽ പ്രസാദിക്കും. അപ്പോൾ അവൻ നമ്മെ ഉപയോഗിക്കും. അപ്പോൾ അവൻ നമുക്ക് തൻ്റെ വെളിപ്പാടുകളെ തരും. അവൻ നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. ഹി വിൽ ലവ് us. അതാണ് ആഗ്രഹം ദൈവത്തിൻ്റെ. ഈ വിശുദ്ധീകരണം നടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം